ഇടതുമുന്നണിയിലെ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും CPIക്കും കൊടുക്കും. ഒരിക്കൽ കൂടി മാണി ഗ്രൂപ്പിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് CPM. AKG സെൻറ്ററിൽ നടന്ന LDF യോഗത്തിലാണ് ഔദ്യോഗികമായി തീരുമാനമുണ്ടായത്. CPM സീറ്റ് വിട്ടുകൊടുത്തതോടെയാണ് ഇരു പാർട്ടികൾക്കും സീറ്റുകൾ ലഭിച്ചത്. CPIയും കേരള കോൺഗ്രസും നിലപാടിൽ ഉറച്ചു നിന്നതോടെയാണ് സീറ്റ് വിട്ടുകൊടുക്കാൻ CPM തീരുമാനിച്ചത്. രാവിലെ തന്നെ ജോസ് കെ മാണിയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ ജോസ് കെ മാണി സീറ്റിൻ്റെ കാര്യത്തിൽ ഉറച്ചു നിന്നു. വേറെ ഒരു ഓഫറിനും നിന്ന് തരാൻ തൽക്കാലം നിവൃത്തിയില്ലെന്ന നിലപാടായിരുന്നു ജോസ് കെ മാണി സ്വീകരിച്ചത്. അങ്ങനെയാണ് CPM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. രാവിലത്തെ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് വരെയും സീറ്റിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വമായിരുന്നു. ഈ നിലപാടിൽ ഉറച്ചു നിന്ന് സീറ്റ് വാങ്ങിച്ചെടുത്ത ജോസ് കെ മാണിക്ക് ഒരു ബിഗ് സല്യൂട്ട്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടി UDFിലേക്ക് ചേക്കേറുമോ എന്ന ഒരാശങ്കയും CPMനുണ്ടായിരുന്നു. അതും സീറ്റ് വിട്ടുകൊടുക്കാൻ CPMനെ പ്രേരിപ്പിച്ചു. സീറ്റ് ലഭിക്കാത്തതിൽ RJD പ്രതിഷേധമറിയിച്ചു. സീറ്റ് കിട്ടിയ CPIയുടെ സ്ഥാനാർത്ഥി പ്രകാശ് ബാബു ആയിരിക്കും. പാർട്ടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രകാശ് ബാബുവിന് കൊടുക്കണമെന്നാണ് CPIയിലെ പൊതുധാരണ. ജോസ് കെ മാണി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാകും. ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ അറിയിച്ചു. CPMന് ഒറ്റയ്ക്കൊരു സീറ്റിൽ ജയിക്കാൻ കഴിയുമെങ്കിലും മുന്നണിക്ക് വേണ്ടി അത്തരമൊരു തീരുമാനം സ്വീകരിക്കില്ലെന്നും EP പറഞ്ഞു. RJDയും NCPയും ഏതെങ്കിലും സ്ഥാനത്തിനു വേണ്ടി വന്ന പാർട്ടികളല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലല്ല CPM തീരുമാനമെടുത്തത്. ഓരോ പാർട്ടികളും തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി അവലോകനം നടത്തുകയാണ്. ഇതിനുശേഷം പൊതുവായ അവലോകനമുണ്ടാകും. ഒരു ഘടക പാർട്ടിയുടെ മുകളിൽ CPMൻ്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാറില്ല. ചെറിയ പാർട്ടിയുടെ മേലെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് LDF ശൈലിയല്ല. മറ്റ് മുന്നണികളിൽ ആ ശൈലിയുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ UDFിൽ ക്ഷീണം അനുഭവിക്കുന്നതെന്നും EP ജയരാജൻ പരിഹസിച്ചു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.